ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ വിസ്മയിലേക്ക് പോകുന്ന ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയില്ല, പറശ്ശിനിക്കട പോയി തൊഴുത് വന്നു, റൂമിലേക്ക് വന്നു, റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പാർക്കിലേക്ക് പോകാനുണ്ടായത് കേട്ടോ. പറശ്ശിനിക്കട പോകുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ ഒരു ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്താൽ വീഡിയോന് ഭയങ്കര ലെങ്ത് ടൈം പോകുന്നുള്ളതുകൊണ്ട് ആ ഒരു വിസ്മയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോഗിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കണ്ണൂർ വിസ്മയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പറശ്ശിനിക്കടവിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തുമ്പോഴേക്കും സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റൂം വെക്കേറ്റിൻ്റെ സമയം 11 മണി ആയതുകൊണ്ട് ഞങ്ങൾ 11 മണി ആവുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11 മണി 11:30 ആ ഒരു ടൈമാണ്. ആ ഒരു ടൈമായിട്ട് പോലും പുറത്ത് നല്ല രീതിയിൽ തിരക്ക്. ഇപ്പോൾ ഒരാളുടെ ടിക്കറ്റിന് 790 രൂപയായിരുന്നു കേട്ടോ പൈസ എന്ന് പറയുന്നത്. അപ്പം ശരിക്കും 2 ടിക്കറ്റ് എടുത്തിട്ട് 1560 ആ ഒരു റേഞ്ച് ആയിരുന്നു തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അതെന്തായാലും ഞാൻ അവസാനം പറയാം കേട്ടോ. എന്തായാലും വീഡിയോൻ്റെ അവസാനം ഞാൻ എന്തായാലും പറയാം ആ ഒരു റേറ്റിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടോ, ടിക്കറ്റൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലോക്കറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ലോക്കറിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ പാർക്കിലേക്ക് ഇറങ്ങിട്ടോ. നേരെ ആ ഒരു പാർക്കിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ സംഭവങ്ങൾ കണ്ടില്ലേ. ഇവിടെയൊന്നും ആളില്ല, കാരണം നല്ല വെയിലാണ്. കാരണം 11:30 എന്ന് പറയുമ്പോൾ നല്ല വെയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആളില്ല കേട്ടോ. എല്ലാവരും മറ്റേ റൈഡിലും കാര്യങ്ങളിലൊക്കെ പോയിരിക്കുകയാണ്. ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്നോരോന്നും നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ഓരോന്നോരോന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ട റൈഡ് ചെയ്യാം. നമ്മൾ കയറേണ്ട റൈഡ് ചെയ്തൊക്കെയാണ്, ഏതൊക്കെ മൂലക്കാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. മുക്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഈ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് മുൻപ് മിലുവിന് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇരുത്തിക്കുക, അങ്ങനത്തെ അവിടെയുള്ള സ്റ്റാച്ചു ഒക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതാ ട്രെയിൻ നമ്മളെ കണ്ട് മുൻപുള്ള ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ അവർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെയും ക്യൂ ആയിരുന്നു കേട്ടോ. ചെറിയ രീതിയിലാണെങ്കിലും എല്ലാവിടെയും നമ്മൾ എവിടെ പോയാലും അവിടെയൊക്കെ ക്യൂ ഉണ്ട്, കാരണം അത്രയും തിരക്കാണല്ലോ. അപ്പോൾ വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് എല്ലാവരും പോകുന്നതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി വരിക, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാ റൈഡിലും കാര്യങ്ങളിലൊക്കെ, അതായത് നല്ല പൊക്കത്തൊക്കെ പോകുന്ന റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറാൻ എനിക്കാണെങ്കിൽ നല്ല പേടിയാണ്. പിന്നെ അനുവറിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ട്രെയിനിലും കാര്യങ്ങളിലൊക്കെ കയറി. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മിലുവിനെ കയറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാറിൻ്റെ റൈഡ് ഉണ്ടല്ലോ, അവിടേക്കായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുൻപ് വരെ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇതിന് മുൻപത്തെ റൗണ്ടിൽ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മിലുവിനെ കയറ്റുമ്പോഴേക്കും മിലു ഒറ്റക്കായിരുന്നു കേട്ടോ. അപ്പോൾ മിലുവിന് ഈ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു പൊക്കത്തുനിന്ന് ഇങ്ങനെ താഴ്ന്നു വരുന്ന ടൈമിൽ മിലുവിൻ്റെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവന് അധികം ട്രയലിലും കാര്യങ്ങളൊന്നും ഞങ്ങൾ കയറ്റില്ല. ഒന്നാമത് ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നു, പിന്നെ അവനും ചെറിയ രീതിയിലൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ആ ഒരു റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല രീതിയിൽ ക്ഷീണിച്ചു, ദാഹം ഉണ്ടായിരുന്നു, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ തണുത്തത് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ചോക്കോ ബാറല്ല ഇത് വേറെ എന്തോ ഒരു ബാറാണ്, എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു ഐസ് ബാറാണ്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് വാങ്ങി. പിന്നെ മിലു ലിച്ചീൻ്റെ ഒരു വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കുടിച്ചു. പിന്നെ ഞങ്ങൾ പോയതിരുന്ന് ഈ ഒരു ഹൊറർ കേവിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. നമുക്ക് അധികം റൈഡിലും കാര്യങ്ങളിലൊന്നും കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം 3 ആൾ ഒരുമിച്ച് കയറണം. മിലുവിനെ എല്ലാത്തിലും കയറ്റില്ല, കാരണം അവൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് എല്ലാത്തിലും കയറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗർഭിണികളും കുട്ടികളൊന്നും കയറരുത് എന്നുള്ള കാര്യം. അപ്പം അനുവട്ടം പറഞ്ഞത് അത്ര വലിയ ഹൊററൊന്നും ആയിരിക്കില്ല, നമുക്ക് കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തില്ല, കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ അതിലങ്ങനെ പേടിക്കാനും വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മിലുവിനും നല്ല പേടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര പേടിക്കാനൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ചുറ്റും ഇങ്ങനെയൊക്കെ കുറച്ച് അവിടെ ഇങ്ങോട്ടൊക്കെ പോയ ശേഷം ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി, കാരണം നല്ല ചൂടാണല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 2 മണി 2:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആ ഒരു റൈഡിലും കാര്യങ്ങളിലേക്കെല്ലാം പോയി. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല, കാരണം കേട്ടോ നല്ല വെയിലും ഇതും ആയതുകൊണ്ട് നമ്മൾ ഓരോ റൈഡ് ഇങ്ങനെ കണ്ടുപിടിച്ച് അവിടെ എത്തി, അത് അടുത്തത് കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ക്ഷീണിച്ച് പോകുന്നത്, സമയം പോകുന്നതും പിന്നെ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയാണ് നമ്മൾ സമയം പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ അറിയേ ഇല്ല. പിന്നെ പോയത് ഈ ഒരു കാറിൻ്റെ റൈഡിൽ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല അടിപൊളി സംഭവമായിരുന്നു ഇത്. ഞാൻ കയറിയിട്ട് ഇതിങ്ങനെ ഇവരൊക്കെ നല്ല രീതിയിൽ ഓടിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ കയറിയുള്ള അവസ്ഥ ഈ ലാസ്റ്റ് കണ്ടു, 3 ആൾ ഇങ്ങനെ ഒരുമിച്ച് അവിടുന്ന് കാറിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. അതേ അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ ഞാൻ കയറിയ ടൈമിൽ. അപ്പോൾ അവരിങ്ങനെ അവരുടെ കാറ് നിന്ന് പോയ ടൈമിൽ പരസ്പരം ഇങ്ങനെ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുത്തിയിട്ട് ആ ഒരു കാറ് മൂവ് ആക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ അത് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അനുവേട്ടൻ കയറിയ ടൈമിൽ അനുവേട്ടൻ നല്ല വൃത്തിക്ക് ഓടിക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊതിയാവുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ തവണ മാത്രമാണ് ആ ഒരു കാറ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം ആ ഒരു ബെല്ലടിക്കുന്നത് എൻ്റെ കാർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരു വട്ടം ഒരാൾ വന്നതൊന്ന് തട്ടി തന്നപ്പോൾ ചെറുതായിട്ടൊന്ന് നീങ്ങിയപ്പോൾ ഞാൻ ബാക്കോട്ട് എടുത്ത്
പിന്നെയും അത് ആഞ്ഞു പോയി ഒരു ഇടി ഇടിച്ചു ആ ഒരു വള്ളിലേക്ക്. പിന്നെ അതവിടെ സ്റ്റക്കായി അവിടെ നിന്നു. അതിൽ കൂടുതൽ പിന്നെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ചിരി വരികയാണ്. കാരണം അത്രയും ഭയങ്കരമായിട്ട് കോമഡി ആയിരുന്നു ഞാൻ കാർ ഓടിച്ച അവസ്ഥ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവർ മറ്റുള്ള കുട്ടികളൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ചിലരൊക്കെ നല്ല രീതിയിൽ, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാൻ ഓടിക്കുന്ന വീഡിയോ. ഞാൻ ഓടിച്ച ടൈമിൽ ഇതേപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയി. പിന്നെ ജസ്റ്റ് ഒരൊറ്റ പോക്കാണ്. പിന്നെ അവിടെ കുത്തിന്ന് സ്റ്റക്കായി അവിടെ നിന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഒന്നും തോന്നില്ല. അവിടെ ഒരു ഇതിൽ ചവിട്ടുന്ന ടൈമിൽ നമുക്കിങ്ങനെ അത് പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് പേടിയാണ് അതോടെ ഇടിക്കുകയോ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ആൾ എനിക്ക് അതിലിങ്ങനെ തട്ടിത്തരുന്നുണ്ടായിരുന്നു എൻ്റെ കാർ. പക്ഷേ എന്നിട്ട് അത് നീങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും കൂടുതൽ അത് കാണിക്കുന്നില്ല. കുറേ സമയം എൻ്റെ കാർ എന്തായാലും അവിടെ സ്റ്റക്കായി പോയിട്ടോ. ഒത്തിരി ആഗ്രഹിച്ച് കയറിയിട്ട് ഇങ്ങനെ ആവും എന്നുള്ളൊരിത് എനിക്കെന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ മറ്റേ ട്രെയിൻ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ട്രെയിനാണ്. ഇത് നമ്മുടെ വണ്ടർലാൻഡ് അതിൻ്റെ മുകളിൽ കൂടെ ഒരു റെയിലൊക്കെ ഉണ്ടായിട്ട് ആ ഒരു റെയിലും കൂടെ പോകുന്ന ഈ ഒരു ട്രെയിനിലാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കൈ വീലിൽ കയറിയത്. നമ്മുടെ ആകാശത്തൊട്ടിലില്ലേ, അപ്പോൾ ആ ഒരു തൊട്ടിൽ ഞാൻ ആദ്യമായിട്ട് കയറിയതാണ്. ഇതൊക്കെ കയറിയിട്ട് എൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷമുള്ള എക്സ്പ്രഷനാണ്. പക്ഷേ ഇത്രയും പൊക്കത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ളൊരു സത്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കയറിയതാണ്. പക്ഷേ ഞാൻ പേടിച്ചത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ പൊക്കത്ത് ഇങ്ങനെ വരുന്നു ഇതാവുന്നുള്ളൂ, അത്രയും ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വലിയൊരു പേടിയും കാര്യങ്ങളൊന്നും കയറിയതിന് ശേഷം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കയറുന്നതിന് മുൻപേ വരെ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മറ്റേ ട്രെയിനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വിസ്മയം നമ്മൾ മൊത്തത്തിൽ കാണും കേട്ടോ. ആ ഒരു ടൈമിൽ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഒരു റൗണ്ട് കഴിഞ്ഞപ്പം ആ ഒരു പേടി എനിക്ക് മാറി. കാരണം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. ഇത് മൊത്തത്തിൽ കാണുമ്പോൾ ആദ്യത്തെ ഇതിൽ മാത്രം നല്ല പേടി, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു, ഈശ്വര ഇത്രയും കാണാൻ ഞാൻ ഈ ഒരു സ്കൈ വീലിൽ കയറാതിരുന്നത് ഇതിനാണോ, ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഒരു ഇതായിപ്പോയി കേട്ടോ എനിക്ക്. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം ആ ഒരു ട്രെയിനിൽ കയറിയ ആ ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതൊന്നുമല്ല, ഒത്തിരി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ജസ്റ്റ് അവിടെ പോയപ്പോൾ വീഡിയോ എടുത്തില്ല. എന്തായാലും നമ്മൾ ഒരു ദിവസം പോയാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട്, അതായത് 790 രൂപേൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് വലിയ നഷ്ടവും കാര്യങ്ങളും സംഭവിക്കില്ല. കാരണം അത്രയും റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം, ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും നഷ്ടമൊന്നും വരില്ല. അപ്പോൾ എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞങ്ങൾ വൈകിട്ടായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട്. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.